HSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും HSSTക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ് ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്ന ഭാഗം. HSST സുവോളജി, HSA, നാച്ചുറൽ സയൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക്, അതുപോലെ KTET, സെറ്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സോ ഫിനൈൽ കീറ്റോനൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജനറ്റിക് ഡിസീസാണ്. ഓക്കെ, അപ്പോൾ ജനിതകവും ജൈവരാസപരവുമായ ഒരു രോഗമാണ് എന്തെന്ന് പറയുന്നത്, ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത്. ഇത് ഒരു എൻസൈം തകരാറ് കാരണം വരുന്ന ഓട്ടോസോമൽ റെസസീവ് ഡിസീസാണ്. ഫിനൈൽ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്നതാണ് എൻസൈം. PAH എന്ന് പറയുന്നതാണ് എൻസൈം. ഈ എൻസൈമിൻ്റെ അഭാവം മൂലം വരുന്ന ഒരു അസുഖമാണ്, അഭാവമോ അല്ലെങ്കിൽ അതിൻ്റെ കുറവോ കാരണം വരുന്ന അസുഖമാണ് ഫിനൈൽ കീറ്റോനൂറിയ എന്ന് പറയുന്നത്. ഈ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ഉണ്ട്. ഈ അമിനോ ആസിഡിനെ ടൈറോസിനാക്കി മാറ്റുന്ന, ടൈറോസിൻ മറ്റൊരു അമിനോ ആസിഡാണ്, അമിനോ ആസിഡാക്കി മാറ്റുന്ന എൻസൈമാണ് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസിൻ്റെ ധർമ്മം എന്താണ്? ഫിനൈൽ അലാനിനെ ടൈറോസിനാക്കി മാറ്റുക. അപ്പോൾ ഈ ഒരു ധർമ്മം ചെയ്യുന്ന ഈ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിന് എന്ത് പറ്റുന്നു? ആ എൻസൈം തകരാറാവുന്നു. ഒന്നുകിൽ ആ എൻസൈമിന് തകരാറ് സംഭവിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം കുറയാം, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇല്ലാതെ വരുന്നൊരവസ്ഥ. ഈ അവസ്ഥയിൽ എന്ത് നടക്കില്ല? ഫിനൈൽ അലാനിൻ ടൈറോസിനാക്കി കൺവേർട്ട് ചെയ്യപ്പെടില്ല. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ട കോഫാക്ടറാണ് ടെട്രാ ഹൈഡ്രോ ബയോപ്റ്ററിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് സെറ്റ് ലെവലിൽ അല്ലെങ്കിൽ HSST ലെവലിലെ പോയിൻ്റാണ്. ടെട്രാ ഹൈഡ്രോ ബയോപ്റ്ററിൻ എന്ന് പറയുന്ന ഒരു കോഫാക്ടർ ഈ പ്രവർത്തനം നടക്കുന്നതിന് അത്യാവശ്യമാണ്. സോ ഇതിൻ്റെ മെറ്റബോളിക് മാറ്റങ്ങളും ടോക്സിറ്റിയെയും കുറിച്ച് പറയാനാണെങ്കിൽ, ഈ ഫിനൈൽ അലാനിനെ ടൈറോസിനാക്കി മാറ്റാതെ വരുമ്പോൾ ഫിനൈൽ കീറ്റോണുകൾ രൂപീകരിക്കും. അല്ലെങ്കിൽ ഫിനൈൽ അലാനിൻ ഇങ്ങനെ ശരീരത്തിൽ അടിഞ്ഞുകൂടി അത് ഫിനൈൽ പൈറൂവിക് ആസിഡ് അല്ലെങ്കിൽ ഫിനൈൽ പൈറൂവേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഫിനൈൽ അസറ്റേറ്റ് ആയിട്ടോ ഫിനൈൽ ലാക്റ്റേറ്റ് ആയിട്ടോ ഒക്കെ മാറാം. അപ്പോൾ ഫിനൈൽ അലാനിനെ ടൈറോസിനാക്കി മാറ്റാൻ സഹായിക്കുന്ന എൻസൈമിൻ്റെ അഭാവത്തിൽ ഫിനൈൽ അലാനിന് ടൈറോസിനായിട്ട് മാറാൻ പറ്റില്ല. അതിൻ്റെ ഫലമായിട്ട് ഫിനൈൽ അലാനിൻ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും കുറച്ച് നേരം കഴിയുമ്പോൾ അതെന്തായി മാറും? ഫിനൈൽ പൈറൂവേറ്റ് ആയിട്ടോ ഫിനൈൽ ലാക്റ്റേറ്റ് ആയിട്ടോ ഫിനൈൽ അസറ്റേറ്റ് ആയിട്ടോ, ഇതിൽ നമ്മൾ കോമൺലി കേൾക്കുന്നത് ഫിനൈൽ പൈറൂവിക് ആസിഡായിട്ട് മാറുമെന്നാണ്. ഇതെല്ലാം ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളാണ്, മാരക വിഷാംശമുള്ള ഘടകങ്ങളാണ്. ഇത് മൂത്രത്തിലൂടെ പുറന്തള്ളപ്പെടുന്നു. ഇനി രക്തത്തിലെ ഫിനൈൽ അലാനിൻ്റെ അളവ് കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ബ്ലഡിൽ ഇങ്ങനെ ഫിനൈൽ അലാനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡാണ്, അതിങ്ങനെ നിറഞ്ഞിരിക്കുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മറ്റ് അമിനോ ആസിഡുകളുടെ പോക്കിനെ അത് തടസ്സപ്പെടുത്തുന്നു. ബ്ലഡിലൂടെ എവിടെ എത്തും? ബ്രെയിനിലേക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ എത്തില്ലേ? അപ്പോൾ ഈ പോകുന്നതിൽ ഈ ബ്ലഡിലൂടെ പോകുമ്പോൾ ബ്രെയിനിന് ആവശ്യമുള്ള അമിനോ ആസിഡുകൾ, മറ്റ് അമിനോ ആസിഡുകളുടെ പോക്കിനെ ആര് തടസ്സപ്പെടുത്തും? ഫിനൈൽ അലാനിൻ തടസ്സപ്പെടുത്തും. ഇത് നാഡീവ്യൂഹത്തിൻ്റെ വളർച്ചയെ ബാധിക്കുകയും കടുത്ത ബുദ്ധിമാന്ദ്യത്തിന് കാരണമാവുകയും ചെയ്യും. എന്ത് ചെയ്യും? ഈ നമ്മുടെ ബ്രെയിനിന് എന്ത് വേണം? ഗ്ലൂക്കോസ് വേണം, അമിനോ ആസിഡ്സ് വേണം, മറ്റ് ഒരുപാട് ഘടകങ്ങൾ വേണം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്ങിന്. അപ്പോൾ ഇനഫ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് എത്താത്ത കാരണം എന്ത് സംഭവിക്കും? അത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകും. ഇനി ടൈറോസിൻ കുറയുമ്പോൾ, അതായത് ഫിനൈൽ അലാനിൻ ആണല്ലോ കൺവേർട്ട് ചെയ്ത് ടൈറോസിൻ ആക്കുന്നത്, അപ്പം ഈ ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസിന് തകരാറ് സംഭവിച്ചാൽ ശരീരത്തിലെ ഫിനൈൽ അലാനിൻ്റെ അളവ് കൂടുകയും അത് മറ്റേ ടോക്സിക് കീറ്റോൺ ഫോംസിലേക്ക് പോവുകയും ടൈറോസിൻ്റെ അളവ് ശരീരത്തിൽ വല്ലാണ്ട് കുറയുകയും ചെയ്യും. സോ ടൈറോസിൻ കുറയുന്നത് വഴി ചർമ്മത്തിന്, മുടിക്ക് നിറം നൽകുന്ന മെലാനിൻ്റെ ഉൽപ്പാദനം കുറയും. അതിനാൽ രോഗബാധിതർക്ക് വെളുത്ത ചർമ്മവും ഇളം നിറമുള്ള മുടിയും ഉണ്ടാകും. ഇനി ഈ ഒരു ഫിനൈൽ അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരു കീറ്റോൺ ശരീരത്തിലുണ്ടാവും എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ഫലമായിട്ട് ഈ രോഗിയുടെ മൂത്രത്തിനും വിയർപ്പിനും ഒരു പ്രത്യേകതരം മസ്റ്റി അല്ലെങ്കിൽ മൗസി, എലിയുടെ മണം പോലെയുള്ള ഒരു മണം ഉണ്ടാവും. ഇനി രോഗനിർണയവും ചികിത്സയും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി ജനിച്ച് 24 അല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ കുട്ടിയുടെ ഹീലിൽ നിന്ന് പ്രിക്ക് ചെയ്യുന്ന ബ്ലഡ് എടുത്തിട്ടാണ് നമ്മളത് അനലൈസ് ചെയ്യുന്നത്. ടാൻഡം മാസ് സ്പെക്ട്രോസ്കോപ്പിയിലൂടെയാണ് രോഗം നിർണ്ണയിക്കുന്നത്.
പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് എന്താണ്? ഫിനൈൽ അലാനിനുള്ള ഭക്ഷണങ്ങൾ, അതായത് ഓൾറെഡി അവരുടെ ബോഡിയിൽ സർപ്ലസ് ആയിട്ട് ഫിനൈൽ അലാനിൻ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി വീണ്ടും വീണ്ടും ഫിനൈൽ അലാനിൻ കഴിച്ചുകൊണ്ടിരുന്നാൽ ബ്ലഡിൽ അതിൻ്റെ അളവ് കൂടുകയും ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. സോ ഫിനൈൽ അലാനിൻ അടങ്ങിയ ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് ഇറച്ചി, മീൻ, മുട്ട, പാല്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കുക. പിന്നെ കൃത്രിമ മധുരമായ അസ്പാർട്ടേം എന്ന് പറയുന്ന കൃത്രിമ മധുരത്തിനെയും ഒഴിവാക്കണം. ഇനി പിന്നെ സാപ്രോപ്റ്ററിൻ കൃത്രിമ BH4 മരുന്നായി നൽകുന്നത് വഴി ചിലരിൽ എൻസൈം പ്രവർത്തനം കൂട്ടാം. അതായത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മരുന്നുകൾ, അതായത് സാപ്രോപ്റ്ററിൻ തുടങ്ങിയ മരുന്നുകൾ കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ചികിത്സിക്കാനായിട്ട് പറ്റും. ഇനി ഫിനൈൽ അലാനിനെ വിഘടിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എൻസൈം തെറാപ്പിയും ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്. പെഗ്വാലിയേസ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഇതിപ്പോൾ നമുക്ക് കറൻ്റ്ലി ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഫിനൈൽ കീറ്റോനൂറിയ പോലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് പിന്നീടൊരു ക്ലാസ്സിൽ കാണാം.